വെൽക്കം ബാക്ക് അഗൈൻ. നമ്മളിന്ന് SVSൻ്റെ H8C 4G എന്ന് പറയുന്ന ഒരു മോഡൽ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് വൈഫൈയിൽ ഉള്ള ക്യാമറ അവൈലബിൾ ആണ്, 4G സിമ്മിലില്ല അവൈലബിൾ ആണ്. ഇവിടെ അടുത്തുള്ളത് 4G സിമ്മിൽ വർക്ക് ചെയ്യുന്നത്, അതായത് കണക്ടിവിറ്റി 4G സിമ്മിലുള്ള, അതായത് നിങ്ങളുടെ വീട്ടിലോ അതല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റേത് രാജ്യത്താണെങ്കിലും മറ്റേത് സ്ഥലത്താണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ഇതിൻ്റെ ലൈവ് വ്യൂ അതല്ലെങ്കിൽ മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ പ്ലേ ബാക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു മോഡൽ ആണിത്. ഈ നമ്മൾ സിംഗിളായിട്ടുള്ളൊരു ക്യാമറ CCTV പർപ്പസിന് വേണ്ടി ഒരു സിംഗിളായിട്ടുള്ളൊരു ക്യാമറ നമ്മളെ പോർച്ചിലോ അതല്ലെങ്കിൽ നമ്മളെ കടകളിലോ നമ്മളെ ഗേറ്റിലോ നമ്മളെ വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. കണക്ഷൻ ഒരുപാട് ഈസിയാണ്. ഈ ഒരു മോഡൽ ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു പവർ പോയിൻറ്റ് മാത്രം മതി. 230 വോൾട്ട് പവർ പോയിൻ്റ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ DVR മോണിറ്ററോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഷ്വൽസ് ചെക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ ലൈവ് വ്യൂസ് എടുക്കാനോ അതല്ലെങ്കിൽ നമുക്ക് 2-വേ കമ്മ്യൂണിക്കേഷന് നമ്മൾ എവിടെയാണോ അവിടെ നിന്ന് സംസാരിക്കുന്നത് ഇവിടെ ഈ ഒരു ക്യാമറയിൽ കേൾക്കാനും ക്യാമറയുടെ അടുത്ത് ആളുകൾ സംസാരിക്കുന്ന വോയിസ് നമുക്ക് നമ്മളെവിടെയാണോ ഉള്ളത് അവിടെ മൊബൈൽ വഴി കേൾക്കാനൊക്കെ പറ്റുന്നൊരു മോഡലാണ്. വളരെ ഉപകാരപ്പെടുന്നത് നമ്മളെ ഫാമുകളിലോ അതല്ലെങ്കിൽ ചെറിയ കടകളിലൊക്കെ നമുക്ക് സിംഗിൾ മൊഡ്യൂളിലൊരു ക്യാമറ ചെയ്യണം CCTV പർപ്പസിന് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ബോക്സിനകത്ത് വരുന്നത് ആസ് യൂഷ്വൽ വരുന്നത് പോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ, പിന്നെ ക്യാമറ, പിന്നെ ഇത് ക്യാമറയുടെ നമ്മുടെ RJ45 കണക്ട് ചെയ്യുന്ന ഭാഗത്ത് വരുന്ന വാട്ടർ പ്രൂഫ് പ്രൊട്ടക്ഷനാണ്. പിന്നെ ഒരു 4 ഫിഷറും അതിൻ്റെ സ്ക്രൂവും വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇതിലൊരു അഡാപ്റ്ററൂടെ നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു DC അഡാപ്റ്ററൂടെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു DC അഡാപ്റ്റർ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ആണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഒരു ക്യാമറ. നമുക്ക് തന്നെ നമ്മളെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പിന്നെ നമുക്കതിൻ്റെ പോയിൻ്റ് കൃത്യമായിട്ട് വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കർ കൂടെ വരുന്നുണ്ട്, ഒരു ഡ്രിൽ ടെംപ്ലേറ്റ്. ഇത് നമ്മൾ വാളിൽ ഒട്ടിച്ച് ആ മാർക്കിങ്ങിൽ ഡ്രിൽ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അതിൽ നമുക്ക് പിടിപ്പിക്കാം. അങ്ങനെ ഈ ഒരു ബോക്സിൽ ഇത്രത്തോളമാണ് വരുന്നത്. ഏകദേശം 3500 രൂപക്കടുത്താണ് ഇതിന് വില വരുന്നത്. പല ഭാഗങ്ങളിലും അതല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ വ്യത്യസ്തമായ റേറ്റുകളിൽ ഇത് കിട്ടും. അപ്പോൾ നമ്മൾ ക്യാമറ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വിഷ്വലിൻ്റെ ക്ലാരിറ്റി അതല്ലെങ്കിൽ ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ നോക്കാം. ഇതിൽ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് സ്മാർട്ട് ട്രാക്കിംഗ് ഉണ്ട്. നമുക്കൊരു വണ്ടി അതല്ലെങ്കിൽ മോശം വരുന്ന സമയത്ത് മാത്രം റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം, അതല്ലെങ്കിൽ ഒരാൾ മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്ത് അയാളെ ഹ്യൂമൻ ട്രാക്കിംഗ് ചെയ്ത് അയാൾ മാറുന്നതിനനുസരിച്ചിട്ട് ക്യാമറ റൊട്ടേറ്റായി ഓട്ടോമാറ്റിക്കലി അയാളെ ക്യാപ്ചർ ചെയ്യുന്ന സിസ്റ്റമൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ ഈ ഒരു റീസെറ്റ് ബട്ടൺ വരുന്നുണ്ട്. അവിടെ 2 സ്ക്രൂ ഉണ്ട്. അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ഒരു 4G സിമ്മും ഒരു മെമ്മറി കാർഡും ഇൻസ്റ്റാൾ ചെയ്യുക, അതിനകത്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മളെ അഡാപ്റ്റർ ഇത്തരത്തിലൊരു DC അഡാപ്റ്റർ കൂടെ വരുന്നുണ്ട് ഈ ഒരു സപ്ലൈക്ക്, ഈ ക്യാമറയ്ക്കുള്ള പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് മാത്രമല്ല, ജസ്റ്റ് ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീടിനകത്തോ സിറ്റ് ഔട്ടിലോ പോർച്ചിലോ എവിടെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും. മെമ്മറി കാർഡ് ഞാൻ എടുത്തുള്ളത് ഇക്വിഷൻ്റെ ഹൈ സ്പീഡ് മെമ്മറി കാർഡാണ്. നമ്മൾ ക്യാമറ അത്തരത്തിലുള്ള ഡിവൈസുകൾക്കൊക്കെ ഹൈ സ്പീഡ് കാർഡ് ഇല്ലെങ്കിൽ അത് വിഷ്വൽസ് റെക്കോർഡാകാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഒരു 128 GB ഏകദേശം ഒരു 10 ദിവസത്തോളം ബാക്കപ്പ് നമുക്ക് ഇതിൽ ഫയൽ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 128 GB ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ 64 നമുക്ക് കുറഞ്ഞ ദിവസങ്ങൾ മതിയെങ്കിൽ ഒരു 5 ദിവസത്തിൽ താഴെ മതിയെങ്കിൽ 64 ഒക്കെ മെമ്മറി കാർഡ് നമ്മൾ അതിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ക്യാമറയിൽ ഫസ്റ്റ് ഈ ഒരു താഴെ കാണുന്ന റീസെറ്റ് ബട്ടൻ്റെ അടുത്ത് നമ്മൾ കാണുന്ന ഈ 2 സ്ക്രൂകൾ മെല്ലെ അഴിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്താണ് നമ്മൾ 4G സിം കാർഡ് ആൻഡ് മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളത് വളരെ കൃത്യമായിട്ട് അഴിച്ചെടുത്ത് ഇത് നമുക്ക് സ്വന്തമോ അത് ഒരു ടെക്നീഷ്യൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളിങ് കോസ്റ്റ് വളരെ കുറവാണ്. ഒരു ടെക്നീഷ്യൻ വിളിച്ചാൽ തന്നെ ഇത്തരത്തിൽ 2 പോയിൻറ്റുകൾ അവിടെ ഉണ്ട്. നമ്മളവിടെ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടിൽ സിം കാർഡ് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തു. ജസ്റ്റ് നമ്മളെന്തെങ്കിലും ഒരു പിന്നോ സ്ക്രൂ ഡ്രൈവറോ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ലോക്കായി ഇരുന്നോളും. അതുപോലെ സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ പോരുന്ന സിസ്റ്റത്തിൽ സാധാരണ നമ്മളെ മൊബൈലുകളിലും അതല്ലെങ്കിൽ ഇത്തരത്തിൽ കാർഡുകൾ ഇൻസെർട്ട് ചെയ്യുന്ന ഭാഗങ്ങളിലെ പോലെ തന്നെ ഒരു ജസ്റ്റ് ഒരു ക്ലിപ്പ് ആൻഡ് പ്രസ് ആൻഡ് മൗണ്ട് സിസ്റ്റമാണ്. അതുകൂടാതെ നമ്മളെ മെമ്മറി കാർഡ് എടുത്തിട്ടുണ്ട്. മെമ്മറി കാർഡ് ഏകദേശം ഒരു 1000 രൂപക്കടുത്താണ് റേറ്റ് വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഓൺലൈനായി നോക്കുന്ന സമയത്തോ പല കടകളിലും അതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൈ സ്പീഡ് മെമ്മറി കാർഡ് തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക ക്യാമറകളിൽ ചെയ്യുന്ന സമയത്ത്. അതല്ലെങ്കിൽ നിങ്ങളെ റെക്കോർഡിങ്ങിനെ അതിൽ റെക്കോർഡ് ആവാതിരിക്കാനൊക്കെ കാർഡ് റീഡ് ആവാതിരിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതിലൂടെ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്.
കാർഡുകൾ രണ്ടും ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അതിൻ്റെ ക്യാപ്പ് പഴയത് നമ്മൾ അയച്ചെടുത്ത് ആ ക്യാപ്പ് അവിടെ തന്നെ അതുപോലെ റീപ്ലേസ് ചെയ്ത് മുറുക്കുക എന്നുള്ളതാണ്. കാരണം അതിനകത്ത് ഒരു റീസെറ്റ് ബട്ടനൂടെ വരുന്നുണ്ട്. ഒരു ബട്ടൺ നമ്മുടെ ഈ സ്ലോട്ടുകൾ അടുത്തായിട്ട് തന്നെ റീസെറ്റ് ബട്ടനൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യാണ്, ആ സ്ക്രൂ നമ്മൾ അയച്ചെടുത്തതുപോലെ തന്നെ അങ്ങോട്ട് വെച്ചിട്ട് അത് കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇലക്ട്രിക്കലി അതല്ലെങ്കിൽ ഓട്ടോമേഷന്, CCTV, സോളാർ തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള വീഡിയോസ് നമ്മൾ വളരെ ക്ലിയറായി പറഞ്ഞു തരുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് വരുന്ന ആളുകളിൽ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അതല്ലെങ്കിൽ വയർമാൻ പെർമിറ്റ് പോലത്തെ ലൈസൻസുകളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാ അക്കൗണ്ടിലൊക്കെ ബന്ധപ്പെടുക. പിന്നെ നമ്മൾ അതിൻ്റെ DC ചാർജർ അതിൻ്റെ ഒരു പോയിന്റിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് അത് ജസ്റ്റ് പ്ലഗ് ചെയ്യുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ ക്യാമറ ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ സെൽഫ് ഒന്ന് റൊട്ടേറ്റായി അതിൻ്റെ കൃത്യമായിട്ടുള്ള പൊസിഷനിലെത്തും. നമ്മൾ ഒന്ന് റീസെറ്റ് ബട്ടൺ അമർത്തി പിടിച്ച് ഒരു 10 സെക്കൻഡ് അമർത്തി പിടിച്ച് ക്യാമറനെ ഒന്ന് ഓണാകാൻ വേണ്ടിയിട്ട് വിടുക. ഓക്കെ, അപ്പോൾ ക്യാമറ ഒരു റെഡ് ലൈറ്റിലാണ് ഇപ്പോൾ കത്തുന്നത്. നമുക്ക് കണക്ഷൻ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബ്ലൂ ഇൻഡിക്കേഷനാണ്, അതായത് നമ്മുടെ മൊബൈലുമായിട്ട് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ഇൻഡിക്കേഷനാണ് വരേണ്ടത്. എന്നാൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓണാക്കിയ സമയത്ത് ഒരു റെഡ് ഇൻഡിക്കേഷനാണ് വരുന്നത്. ഒരുപാട് ആളുകൾ കണക്ട് ചെയ്യുമ്പോൾ ഫെയിലാകാനുള്ളൊരു ചാൻസ് ഈ ഒരു സമയത്താണ്. കണക്ഷൻ കിട്ടില്ല. നമ്മൾ കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാമറയുടെ ബാക്കിലൊരു QR കോഡ് ഉണ്ട്, വെരിഫിക്കേഷൻ കോഡ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ SVC ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ഗൂഗിൾ അതുപോലെ ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതിൽ ആപ്ലിക്കേഷൻ എടുത്ത് അതിൽ നമ്മളൊരു മെയിൽ ID വെച്ചൊരു ലോഗിൻ ID ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ ആഡ് ഡിവൈസ് കൊടുത്ത് താഴെയുള്ള QR സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ കണക്റ്റ് ആകുന്നില്ലെങ്കിൽ അതിൽ റെഡ് ലൈറ്റാണ് ക്യാമറയിൽ കത്തുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ സിമ്മ് ചെക്ക് ചെയ്യുക. സിമ്മിന് പിൻ ലോക്ക് ഉണ്ടെങ്കിൽ ആ സിം ഒരു മൊബൈലിലിട്ട് സെറ്റിങ്സിൽ പോയി പിൻ ലോക്ക് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതല്ലെങ്കിൽ 5G സിം ആണെങ്കിൽ ചില നെറ്റ്വർക്കിൽ, ജിയോ പോലത്തെ ചില നെറ്റ്വർക്കിൽ സംടൈംസ് 5G സിം റീഡ് ചെയ്യാറില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 4G സിം വാങ്ങിച്ചിട്ട് 4G സിം ഇട്ട് കഴിഞ്ഞ് ഒന്നുകൂടെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഞാൻ ഫസ്റ്റ് ചെക്ക് ചെയ്ത സമയത്ത് കണക്ഷൻ ഇതുപോലെ എറർ ആകുകയാണ്. അവിടെ നമ്മൾ ക്യാമറയിൽ കാണിക്കുന്ന ഇൻഡിക്കേഷന് ഒരു റെഡ് ആയിരുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിക്കാതെ അറിയാം, ബ്ലിങ്ക് ചെയ്ത് പോകുന്നത് റെഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കണക്ഷൻ കിട്ടുന്നില്ല. സെക്കൻഡ് വൺ ഞാൻ ആ സിമ്മ് മാറ്റി കണക്ട് ചെയ്ത സമയത്ത് കണക്ഷൻ കിട്ടി. ക്യാമറ ഞാൻ ആദ്യം നമ്മളകത്ത് തന്നെ ഇരുന്ന് ക്യാമറയുടെ കണക്ഷനൊക്കെ പ്രോപ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്തു. നല്ല ക്ലിയർ ഉണ്ട്, നല്ല ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നല്ല ക്ലിയർ ഉണ്ട്. നമുക്കത് മൊബൈലിൽ അതേ സമയം തന്നെ വിഷ്വൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കണക്ഷനൊക്കെ പ്രോപ്പറാക്കി. ഇപ്പോൾ ഒരു ബ്ലൂ ലൈറ്റാണ് കത്തുന്നത്. പിന്നെ അതിൻ്റെ ക്യാമറയുടെ പൊസിഷൻസ് നമ്മളെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് 360 റൊട്ടേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് നമ്മുടെ മൊബൈൽ വഴി തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്ത് കണക്ഷന് ഓക്കെ പ്രോപ്പറാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഒരു റിലേറ്റീവിന് വേണ്ടിയിട്ട് തന്നെ ഭയങ്കര പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ടുള്ളൊരു റിവ്യൂ ചെയ്യുക. ഇനി വാങ്ങിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ കണക്ഷൻ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ റെഫർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ നമ്മളതിൻ്റെ റൊട്ടേഷനൊക്കെ പ്രോപ്പർ ചെക്ക് ചെയ്തിട്ട് അത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ ഒരു ബ്ലൂ ലൈറ്റാണ് കത്തേണ്ടത്, മിന്നി ബ്ലിങ്ക് ചെയ്ത് പോകേണ്ടത്. അതല്ല റെഡ് ആണെങ്കിൽ അതിൽ നെറ്റ്വർക്ക് സിമ്മ് ഒന്നില്ലെങ്കിൽ സിമ്മിന് പിൻ ലോക്ക് ഉണ്ടാവും. അത് നമ്മുടെ മൊബൈൽ സെറ്റിങ്സിൽ സെക്യൂരിറ്റിയിൽ പോലെ സിം പിൻ ലോക്ക് എന്ന് പറയുന്നത് ഡിസേബിൾ ചെയ്ത് വെച്ചാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ സിമ്മ് റീഡ് ചെയ്യുന്നില്ലെങ്കിൽ മറ്റൊരു 4G സിം ഇട്ടിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചില കേസിൽ 5G സിം റീഡ് ചെയ്യാറില്ല. അപ്പോൾ അതൊന്നുകൂടെ ചെക്ക് ചെയ്യുക. ഞാൻ മറ്റൊരു സിം ഇട്ടപ്പോഴാണ് ക്ലിയർ ആയത്. പിന്നെ ഈ ഒരു കേബിളിൽ തന്നെ 2 കേബിളുണ്ട്. ഒന്ന് DC ഇൻപുട്ട് ചാർജറിനും പിന്നെ ഒരു RJ45 കണക്ടർ വരുന്നത്. അത് നമുക്ക് നമ്മുടെ ഡയറക്റ്റ് വൈഫൈയിൽ നിന്ന് കണക്ട് ചെയ്യാൻ സിം ഇല്ലാണ്ട് ചെയ്യാനും പറ്റും. അങ്ങനെ കണക്ഷൻസൊക്കെ പ്രോപ്പറായി ഞാൻ മൊബൈലിൽ കണക്ടിവിറ്റി കിട്ടി എല്ലാം ക്ലിയർ ആയതിനു ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട പോയിൻ്റ് കൂടെ ഞാൻ കാണിക്കാം. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനൊരു ലൈറ്റിൻ്റെ പോയിന്റിൽ തൽക്കാലം പുറത്തുള്ള ഒരു വാൾ ലൈറ്റിൻ്റെ പോയിന്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് കണക്ഷൻ ഒഴിവാക്കി ഞാൻ ഡയറക്റ്റ് കണക്ഷനാക്കി. കാരണം അറിയാണ്ട് ആരെങ്കിലും സ്വിച്ച് ഓഫ് ആക്കിയാൽ ക്യാമറ ഓഫായി പോകും. അപ്പോൾ ആ കണക്ഷൻ ഡയറക്റ്റ് ആക്കി ഞാൻ അവിടുത്തെ വാൾ ലൈറ്റ് റിമൂവ് ചെയ്തു. കാരണം ഇതിന് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 230 വോൾട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു പോയിന്റ് യൂസ് ചെയ്യുക. അങ്ങനെ അവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡ്രില്ലിംഗ് ടെംപ്ലേറ്റ് അവിടെ ഒട്ടിച്ച് വെച്ചു. അതിനടുത്തായിട്ട് നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്ത് ഒട്ടിച്ച് ജസ്റ്റ് അതിൽ നമ്മൾ ഡ്രില്ല് ചെയ്ത് ഫിക്സ് ഇട്ടിട്ട് നമ്മളെ ക്യാമറ അതിൽ പിടിപ്പിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ ഡ്രില്ല് ചെയ്ത്
നമുക്ക് അതുപോലെ ഡ്രില്ല് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വർക്കുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഡ്രില്ലാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. ഇനിഗോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഹാമർ ഡ്രില്ല് ആണ് ഇത്. 20 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് അത്യാവശ്യം ഇത്തര വർക്കുകൾക്കൊക്കെ ഒരു ദിവസം പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യാൻ ഏകദേശം ഒരു ബാറ്ററി മതി. ഞാൻ എൻ്റെ ഒരു വർക്കുകൾ അനുസരിച്ചിട്ടാണ് പറയുന്നത്. എന്നിട്ട് നമ്മളവിടെ സ്ക്രൂ ചെയ്ത് അതിൻ്റെ ക്ലാമ്പ് ക്യാമറയുടെ മൗണ്ട് ഞാൻ അവിടെ പിടിപ്പിച്ചു. ആ പിടിപ്പിച്ച മൗണ്ടിൽ നമ്മൾ ക്യാമറ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ക്ലിപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇൻസ്റ്റാളേഷൻ്റെ പ്രോസസ്സ് ഉള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് അത്യാവശ്യം ടെക്നിക്കലി അറിവുള്ള ആളുകൾക്ക് ഒരു സ്ക്രൂ പിടിപ്പിക്കാനും ഡ്രിൽ ചെയ്യാനൊക്കെ അറിയുന്ന ഏതൊരാൾക്കും നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ വീട്ടിലോ സ്ഥാപനത്തിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. പ്രത്യേകിച്ച് ഒരു ടെക്നീഷ്യൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇത്തരത്തെ സർവീസുകൾക്ക് നിങ്ങൾ കൃത്യമായ ടെക്നീഷ്യനെ തന്നെ വിളിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ആ ലൈറ്റിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ആ 12 വോൾട്ട് അഡാപ്റ്റർ 12 വോൾട്ട് അഡാപ്റ്റർ ഞാനതിൽ ആ വയറിൽ തൽക്കാലം ഇത് ഞാൻ ടെമ്പററി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ്. പ്രോപ്പറായിട്ടുള്ളൊരു കണക്ഷൻ അല്ല. പ്രോപ്പറായിട്ടാണെങ്കിൽ നമ്മളവിടെ ഒരു കോബോക്സ് വെച്ച് അതിനകത്ത് അഡാപ്റ്റർ വരുന്ന രീതിയിൽ ചെയ്യുകയാണ് നല്ലത്. അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇതൊരു ഡിസ്കണക്ട് ചെയ്തിടാൻ പറ്റുന്ന രീതിയിലായി പോകും. ഓക്കെ. എന്നിട്ട് ഞാൻ രാത്രിയിലെ വിഷ്വൽ ചെക്ക് ചെയ്തു. അതുപോലെ നമുക്ക് ക്യാമറയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് ചെക്ക് ചെയ്തു. എല്ലാം വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 4G സിമ്മിൽ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു ലാഗ് വരാൻ സാധ്യതയുണ്ട്. അതല്ലാതെ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സ്മാർട്ട് ട്രാക്കിംഗ് ഉണ്ട്, ഹ്യൂമൻ ട്രാക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരാൾ ക്യാമറ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ അയാൾക്കനുസരിച്ച് ക്യാമറ 360 ഒരേ പൊസിഷനിൽ നിന്ന് സ്വയമേ റൊട്ടേറ്റ് ആകുന്നതാണ്. അതുകൂടാണ്ട് വെഹിക്കിൾസ് വരുന്ന സമയത്ത്, മോഷൻ വരുന്ന സമയത്തൊക്കെ ഓട്ടോ റെക്കോർഡിംഗ് ആൻഡ് ഡിറ്റക്ഷനൊക്കെ ഇതിൽ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മളിതിൻ്റെ സെറ്റിങ്സിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ കണക്ടിവിറ്റി ചെയ്യുന്നത്, വിദേശത്തിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട് അങ്ങനെ ഞാൻ ചെക്ക് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളെ ഹ്യൂമൻ ട്രാക്കിങ് നമ്മൾ കൃത്യമായിട്ട് ക്യാമറ ട്രാക്ക് ചെയ്യുന്നതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് നമ്മളെ വീടും സ്ഥാപനമൊക്കെ സെക്യൂരിറ്റി ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, വലിയൊരു കോസ്റ്റ് വരുന്നില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ്. ഞാൻ ഇവിടെ നെറ്റ്വർക്ക് കുറവായതുകൊണ്ട് തന്നെ വിഷ്വൽസ് കുറച്ച് സമയം എടുത്തിട്ട് മാത്രമാണ് വരുന്നത്. ഓക്കെ. എന്തായാലും വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്, നമുക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ചെയ്തിട്ടുള്ള നെഗറ്റീവ്സോ അതല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് സൈഡ്സോ നിങ്ങളെ അഭിപ്രായം, പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഒരുപാട് വീഡിയോസ് നമ്മൾ ടെക്നിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ലൈസൻസിൻ്റെ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എംപയർ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതുവരെ കാണാത്തവരാണെങ്കിൽ പോയി ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. നിങ്ങളെ എത്തരത്തിലുള്ള സംശയങ്ങൾക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ ഏത് സമയത്തും ഏത് ടെക്നിക്കൽ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ മറ്റ് സർവീസുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ രാത്രി ആകുന്ന സമയത്ത്, ലൈറ്റ് പോകുന്ന സമയത്ത് ഇതിൽ ഇൻബിൽഡ് ഫ്ലാഷ് ലൈറ്റ് കൂടെ ഉണ്ട്. നമുക്ക് ക്യാമറയുടെ ഒരു വ്യൂ ആണ് ഇപ്പം ഞാൻ